അവസാനം അമേരിക്ക മുട്ടുമടക്കി ഇറാൻ വിജയിച്ചു. ഇറാന്റെ 10 ആവശ്യങ്ങൾക്ക് മുന്നിൽ സമ്മതം മൂളി. തങ്ങളുടെ പരാജയം ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പരം നാണക്കേട് ഇനി ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകില്ല. യാതൊരു ആവശ്യവുമില്ലാതെയാണ് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഒരു എപ്പിക് ഫ്യൂറി എന്ന യുദ്ധം തുടങ്ങിയത്. അതിനിപ്പോൾ അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. വെടിനിർത്തലിൽ ഇറാനാണ് വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാനെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ചർച്ചകൾക്ക് അടിസ്ഥാനമായിട്ട് അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ട വന്നത് ഇറാന്റെ 10 പോയിന്റ് നിർദ്ദേശമാണ്. ഇതോടെയാണ് രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് വൻ പ്രഹരമാണ് അമേരിക്കയുടെ ഒരു പിൻവാങ്ങൽ വഴി ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ 10 പോയിന്റ് നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഒന്നാമത്തത്, അമേരിക്ക തത്വത്തിൽ ആക്രമണമില്ലായ്മ ഉറപ്പാക്കാൻ പ്രതിബദ്ധമായിട്ട് ഇരിക്കണം. രണ്ടാമത്തേത്, ഹോർമുസ് കടലിടുക്കിന്മേൽ തുടരണം, ഇറാന്റെ തുടർന്നുള്ള നിയന്ത്രണം ഉണ്ടാകും. 3, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശം അംഗീകരിക്കണം. 4, എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണം. 5, എല്ലാ ദ്വിതീയ ഉപരോധങ്ങളും പിൻവലിക്കണം. 6, എല്ലാ UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെയും റദ്ദാക്കൽ. ഇനി 7, എല്ലാ IAEA ബോർഡ് ഓഫ് ഗവർണർമാരുടെ പ്രമേയങ്ങളും അവസാനിപ്പിക്കണം. 8, ഇറാനിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം. 9, മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ യുദ്ധസേനയെ പിൻവലിക്കൽ. 10, ലെബനനിലെ വിരോചിതമായിട്ടുള്ള ഇസ്ലാമിക ചെറുത്തുനിൽപ്പിനെതിരെ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും യുദ്ധം അവസാനിപ്പിക്കുക. ഈ വ്യവസ്ഥകൾ ചർച്ചയ്ക്കുള്ള അടിസ്ഥാനമായിട്ട് അംഗീകരിച്ചതിലൂടെ യഥാർത്ഥത്തിൽ ട്രംപാണ് ലോകത്തിന് മുന്നിൽ നാണം കെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി ഇറാനെതിരെ ഈ യുദ്ധം തുടങ്ങിയോ അതിൽ ഒന്നുപോലും നേടാനാകാതെ നാണം കെട്ട ഒരു പിന്മാറ്റമായാണ് ഈ ഒരു വെടിനിർത്തൽ വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ വഴി നേട്ടമുണ്ടായിരിക്കുന്നത് ഇറാനാണ്. മാത്രമല്ല, വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവന ചുവടെ കൊടുത്തിരിക്കുന്നു. അതിങ്ങനെയാണ്: ഇറാനിയൻ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഭീരുത്വവും നിയമപരവുമായിട്ടുള്ള കുറ്റകരവുമായ യുദ്ധത്തിൽ ശത്രുവിന് നിഷേധിക്കാനാവാത്തതും ചരിത്രപരവുമായിട്ടുള്ള പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ രക്തസാക്ഷിത്വ നേതാവായ അയത്തുള്ള ഇമാം സയ്യിദ് അലി ഖമേനിയുടെ ശുദ്ധവും നിഷ്കളങ്കവുമായിട്ടുള്ള രക്തത്തിനും ഇസ്ലാമിക വിപ്ലവത്തിന്റെ പരമോന്നത നേതാവും ഇറാനിയൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡറുമായിട്ടുള്ള അയത്തുള്ള സയ്യിദ് മുജ്തബ ഖമേനിയുടെ നടപടികൾക്കും മുന്നണികളിലെ ഇസ്ലാമിക യോദ്ധാക്കളുടെ പോരാട്ടത്തിനും ധീരതയ്ക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട രാഷ്ട്രമേ, യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ നിങ്ങളുടെ ചരിത്രപരവും നിലനിൽക്കുന്നതും ഇതിഹാസവുമായിട്ടുള്ള സാന്നിധ്യത്തിനും നന്ദി. ഇറാൻ ഒരു വലിയ വിജയം കൈവരിക്കുകയും കുറ്റവാളിയായ അമേരിക്കയെ അതിന്റെ 10 പോയിന്റിന്റെ പദ്ധതി അംഗീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ അമേരിക്ക തത്വത്തിൽ ആക്രമണമില്ലായ്മ ഉറപ്പു നൽകുന്നതിനും ഹോർമുസ് കടലിടുക്കിനു മുകളിലുള്ള ഇറാനിയൻ നിയന്ത്രണം തുടരുന്നതിനും യുറേനിയം സമ്പുഷ്ടീകരണം സ്വീകരിക്കുന്നതിനും എല്ലാ പ്രാഥമിക ദ്വിതീയ ഉപരോധങ്ങളും പിൻവലിക്കുന്നതിനും UN സുരക്ഷാ കൗൺസിലിന്റെയും IAEA ബോർഡിന്റെയും എല്ലാ പ്രമേയങ്ങളും അവസാനിപ്പിക്കുന്നതിനും ഇറാന് നഷ്ടപരിഹാരം നൽകുന്നതിനും മേഖലയിൽ നിന്ന് അമേരിക്കൻ പോരാട്ട സേനയെ പിൻവലിക്കുന്നതിനും വിരോചിതമായിട്ടുള്ള ലെബനീസ് ഇസ്ലാമിക പ്രതിരോധത്തിനെതിരെ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും യുദ്ധം നിർത്തുന്നതിനും അമേരിക്ക പ്രതിബദ്ധരാണ്. ഈ ഒരു വിജയത്തിൽ ഇറാനിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ വിജയത്തിന്റെ വിശദാംശങ്ങൾ അന്തിമമാകുന്നതുവരെ ഇറാനിയൻ ജനതയുടെ ഐക്യവും ഐക്യദാർഢ്യവും നിലനിൽക്കുന്നതിന് അധികാരങ്ങളുടെ ഭാഗത്തു നിന്ന് സ്ഥിരോത്സാഹവും വിവേകവും ആവശ്യമാണെന്നും ഊന്നിപ്പറയുന്നുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ ലബനൻ, ഇറാഖ്, യമൻ, അധിനിവേശ ഫലസ്തീൻ എന്നിവിടങ്ങളിലെ ധീരയായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പോരാളികൾക്കൊപ്പം ഇസ്ലാമിക ഇറാനും ലോകത്തിന്റെ ചരിത്ര സ്മരണയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. മനുഷ്യരാശിയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ശത്രുക്കൾക്കെതിരായിട്ടുള്ള ബഹുമാനത്തിന്റെയും മാനവികതയുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ ഇറാനും ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടും ഒരു ചരിത്രപരമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അവർക്ക് മറക്കാനാവാത്ത ഒരു പാഠം പഠിപ്പിച്ചു. അവരുടെ ശക്തികളെയും സൗകര്യങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും അവരുടെ എല്ലാ രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക, സൈനിക ശേഷികളെയും തകർത്തു. ശത്രു ഇപ്പോൾ നിരാശയിലേക്ക് വീണു. മഹത്തായിട്ടുള്ള ഇറാനിയൻ രാഷ്ട്രീയത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഉദാത്തമായിട്ടുള്ള അച്ചുതണ്ടിന്റെയും ഇച്ഛയ്ക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും അമേരിക്ക കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക ഈ ഇറാന് മുന്നിൽ അടിപതറി നിന്ന് മുട്ടുമടക്കുന്നത്. ഇറാന്റെ ക്രിമിനൽ ശത്രുക്കൾ ഈ ക്രൂരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇറാനിൽ പൂർണ്ണമായിട്ടുള്ള സൈനിക ആധിപത്യം നേടാമെന്നും രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള അസ്ഥിരത സൃഷ്ടിച്ച് ഇറാനെ കീഴടക്കാമെന്നും അവർ കരുതി. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ പെട്ടെന്ന് ശമിക്കുമെന്നത് അവർ കരുതിയിരുന്ന കാര്യമാണ്. അതിർത്തികൾക്കപ്പുറം മുഴുവൻ മേഖലയിലും ഇറാൻ ഇത്രയും ശക്തമായിട്ടുള്ള പ്രതികരണം നൽകാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചില്ല.
ഈ ഒരു യുദ്ധം ഇറാനെ അവസാനിപ്പിക്കുമെന്നും മനുഷ്യരാശിയുടെ അവസാനത്തെ കോട്ടയായിട്ടുള്ള ഈ കോട്ടയെ ഇല്ലാതാക്കുമെന്നതിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കുമെതിരെ ഏത് കുറ്റകൃത്യവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നും ദുഷ്ട ആഗോള സൈനിസം വിവേകശൂന്യമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ട ഇറാനെ വിഭജിക്കാനും അതിന്റെ എണ്ണയും സമ്പത്തും കൊള്ളയടിക്കാനും ഒടുവിൽ ഇറാനികളെ വരും വർഷങ്ങളിൽ കുഴപ്പങ്ങളിലൂടെയും അസ്ഥിരതയിലൂടെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ ഉപേക്ഷിക്കാനും അവർ സ്വപ്നം കണ്ടു. ഇസ്ലാമിലെ ധീരമായിട്ടുള്ള യോദ്ധാക്കളും ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിലെ അവരുടെ ധീരയായിട്ടുള്ള സഖ്യകക്ഷികളും അവരുടെ ഇമാമിന്റെ രക്തസാക്ഷിത്വത്താൽ മുറിവേറ്റതും കീറി മുറിക്കപ്പെട്ടതുമായിട്ടുള്ള ഹൃദയങ്ങൾ ഉണ്ടായിരുന്നിട്ടും സർവശക്തനായ ദൈവത്തിലും രക്തസാക്ഷികളുടെ നാഥനിലും ഗുരുവിലുമാണ് ആശ്രയിച്ചത്. ശത്രുക്കളെ എന്നേക്കുമായിട്ട് ഒരു ചരിത്രപാഠം പഠിപ്പിക്കാനും അവരുടെ മുൻകാല കുറ്റകൃത്യങ്ങൾക്കെല്ലാം അവരോട് പ്രതികാരം ചെയ്യാനും പ്രിയപ്പെട്ട ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന്റെ ആശയം ശത്രു എന്നേക്കുമായി മറക്കാനും മഹത്തായിട്ടുള്ള ഇറാനിയൻ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ അപമാനത്തിന്റെ രുചി പൂർണ്ണമായും അനുഭവിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും അവർ തീരുമാനിച്ചു. ഈ തന്ത്രത്തിലൂടെയും രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട അഭൂതപൂർവമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക ഐക്യത്തെ ആശ്രയിച്ചും ഇറാനും ചെറുത്തുനിൽപ്പും അമേരിക്കയുമായിട്ടുള്ള സയനിസ്റ്റ് ഭരണകൂടവുമായും ചരിത്രത്തിലെ ഏറ്റവും വലിയ സംയുക്തമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒന്ന് ആരംഭിച്ചു. ഈ ഒരു യുദ്ധത്തിനായിട്ട് അവർ ആസൂത്രണം ചെയ്ത എല്ലാ ലക്ഷ്യങ്ങളും അവർ നേടി. ഇറാന് ചെറുത്തുനിൽപ്പും ഈ ഒരു മേഖലയിലെ അമേരിക്കൻ സൈനിക സംവിധാനത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് ശത്രുക്കൾ വർഷങ്ങളായി ഈ മേഖലയിൽ നിർമ്മിച്ചതും വിന്യസിച്ചതുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനത്ത പ്രഹരമേൽപ്പിച്ചു. ക്രിമിനൽ അമേരിക്കൻ സൈന്യത്തിന് പ്രാദേശിക തലത്തിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ശത്രുവിന്റെ സൈന്യങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ ആസ്തികളിലും വിനാശകരമായിട്ടുള്ള തകർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ മേൽ എല്ലാ മുന്നണികളിലും സമ്മർദ്ദം ചെലുത്തി. ശത്രുവിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, യുദ്ധം ആരംഭിച്ച് ഏകദേശം 10 ദിവസത്തിന് ശേഷം ഈ യുദ്ധം ഒരു തരത്തിലും വിജയിക്കാൻ കഴിയില്ലെന്ന് ശത്രുവിന് മനസ്സിലായി. ഇക്കാരണത്താൽ വിവിധ മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയും ഇറാനുമായിട്ട് ആശയവിനിമയം നടത്താനും വെടിനിർത്തൽ അഭ്യർത്ഥിക്കാനും അവർ ശ്രമിച്ചു. ഇറാന്റെ പുത്രന്മാരുടെ പോരാട്ടത്തിന്റെയും ചരിത്രപരമായിട്ടുള്ള സാന്നിധ്യത്തിന്റെയും ഫലമായിട്ട് ഇറാന്റെ ഉഗ്രമായിട്ടുള്ള വെടിവെപ്പും ചെറുത്തുനിൽപ്പും തടയാൻ ശത്രു ഒരു മാസത്തിലേറെയായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇറാൻ എന്ന മാന്യ രാഷ്ട്രീയം അറിയണം. എന്നാൽ ശത്രുവിന്റെ ഖേദവും നിരാശയും രാജ്യത്തിനെതിരായിട്ടുള്ള ദീർഘകാല ഭീഷണി നീക്കം ചെയ്യലും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് തുടക്കം മുതൽ തന്നെ തീരുമാനിച്ചതിനാൽ ഈ ഒരു അഭ്യർത്ഥനകൾക്കെല്ലാം നിഷേധാത്മകമായാണ് ഇറാൻ പ്രതികരിച്ചത്. 40-ാം ദിവസമായ ഇന്ന് വരെ യുദ്ധം തുടരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അവതരിപ്പിച്ച സമയപരിധി ഇറാൻ പലതവണ നിരസിച്ചു. ശത്രുവിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള സമയപരിധിക്കും അവർ പ്രാധാന്യം നൽകുന്നില്ല എന്ന് ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധത്തിന്റെ ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തു എന്നും നിങ്ങളുടെ ധീരയായിട്ടുള്ള പുത്രന്മാർ ശത്രുവിനെ ചരിത്രപരമായിട്ടുള്ള നിരാശയിലേക്കും ശാശ്വതമായിട്ടുള്ള പരാജയത്തിലേക്കും നയിച്ചുവെന്നും ഇറാൻ എന്ന മഹത്തായ രാഷ്ട്രത്തിന് ഇപ്പോൾ ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത നൽകുന്നു. മുഴുവൻ രാഷ്ട്രത്തിന്റെയും ഏകീകൃത പിന്തുണ ആസ്വദിക്കുന്ന ഇറാന്റെ ചരിത്രപരമായിട്ടുള്ള തീരുമാനം ഇറാന്റെ ശക്തിയുടെയും പരമാധികാരത്തിന്റെയും പ്രതിരോധത്തിന്റെയും സ്വീകാര്യത അടിസ്ഥാനമാക്കി അതിന്റെ മഹത്തായിട്ടുള്ള നേട്ടങ്ങൾ ഏകീകരിക്കുകയും മേഖലയിൽ പുതിയ സുരക്ഷാ രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതുവരെ ആവശ്യമുള്ളിടത്തോളം ഈ യുദ്ധം തുടരുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതനുസരിച്ച് ഇസ്ലാമിക വിപ്ലവത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള സായിദ് മുജ്തബ കമീനിയുടെ ഉപദേശവും സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരവും ചെറുത്തുനിൽപ്പും യുദ്ധകളത്തിൽ ഇറാന്റെ മേൽക്കൈയും ശത്രുവിന് അവരുടെ എല്ലാ അവകാശവാദങ്ങളെയും ഉണ്ടായിരുന്നിട്ടും അവരുടെ ഭീഷണികൾ നടപ്പിലാക്കാൻ കഴിയാത്തതും ഇറാനിയൻ ജനതയുടെ എല്ലാ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതും കണക്കിലെടുത്തത് വിശദാംശങ്ങൾ അന്തിമമാക്കുന്നത് ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ പരമാവധി 15 ദിവസത്തിനുള്ളിൽ യുദ്ധക്കളത്തിൽ ഇറാന്റെ വിജയത്തിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കി രാഷ്ട്രീയ ചർച്ചകളും ഇത് ഏകീകരിക്കാൻ കഴിയും. എന്തായാലും ഇക്കാര്യത്തിൽ ശത്രുക്കൾ അവതരിപ്പിച്ച എല്ലാ പദ്ധതികളെയും നിരാകരിച്ചുകൊണ്ട് ഇറാൻ 10 പോയിന്റ് പദ്ധതി രൂപപ്പെടുത്തി പാകിസ്ഥാൻ വഴി അമേരിക്കൻ പക്ഷത്തിന് സമർപ്പിച്ചു. ഇറാനിയൻ സായുധ സേനയുമായിട്ട് ഏകോപിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നിയന്ത്രിത പാത ഇറാന് സവിശേഷമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ സ്ഥാനം നൽകുക, കുട്ടികളെ കൊല്ലുന്ന ഇസ്രയേലി ഭരണകൂടത്തിന്റെ ആക്രമണത്തെ ചരിത്രപരമായിട്ട് പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ എല്ലാ ഘടകങ്ങൾക്കും എതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, മേഖലയിലെ എല്ലാ താവളങ്ങളിൽ നിന്നും വിന്യാസ കേന്ദ്രങ്ങളിൽ നിന്നും ഈ അമേരിക്കൻ യുദ്ധസേനയെ പിൻവലിക്കൽ സംബന്ധിച്ച പ്രോട്ടോകോൾ, അതനുസരിച്ച് ഇറാന്റെ ആധിപത്യം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗതാഗത പ്രോട്ടോകോൾ സ്ഥാപിക്കൽ, കണക്കുകൾ പ്രകാരം ഇറാൻ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം, ഗവർണേഴ്സ് ബോർഡിന്റെയും സുരക്ഷാ
കൗൺസിലിന്റെ എല്ലാ പ്രാഥമിക ദ്വിതീയ ഉപരോധങ്ങളും പ്രമേയങ്ങളും പിൻവലിക്കൽ, വിദേശത്ത് ഇറാന്റെ മരവിപ്പിച്ച എല്ലാ ആസ്തികളും മോചിപ്പിക്കൽ, ഒടുവിൽ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിലൂടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കൽ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രമേയത്തിന്റെ അംഗീകാരം ഈ കരാറുകളെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളെ ബന്ധിപ്പിക്കുന്നതാക്കി മാറ്റുകയും ഇറാൻ രാഷ്ട്രത്തിന് ഒരു സുപ്രധാന നയതന്ത്ര വിജയം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ പ്രതിപക്ഷമായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടോ അമേരിക്കൻ പക്ഷം ഈ ഒരു തത്വങ്ങളെ ചർച്ചകളുടെ അടിസ്ഥാനമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇറാനെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇറാൻ ഇസ്ലാമാബാദിൽ 2 ആഴ്ചത്തേക്ക് അമേരിക്കൻ പക്ഷവുമായിട്ട് ചർച്ച നടത്തുകയുള്ളൂ എന്നത് ഉന്നത തലത്തിൽ തീരുമാനിച്ചു. ഇത് യുദ്ധം അവസാനിപ്പിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് എന്നും 10 പോയിന്റ് പദ്ധതിയിൽ വിഭാവനം ചെയ്ത തത്വങ്ങൾ അമേരിക്ക അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദാംശങ്ങളും ചർച്ചകളിൽ അന്തിമമാക്കുമ്പോൾ മാത്രമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നും ഇതിൽ ഊന്നി പറയുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചകൾ ഏപ്രിൽ 11 വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ ആരംഭിക്കുകയും അമേരിക്കൻ പക്ഷത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അവിശ്വാസത്തോടെ ഇറാൻ ഈ ഒരു ചർച്ചകൾക്കായിട്ട് 2 ആഴ്ച അനുവദിക്കും. കക്ഷികളുടെ സമ്മതപ്രകാരം ഈ ഒരു കാലയളവ് നീട്ടാവുന്നതാണ്. ഇനിയൊരു ഈ കാലയളവിൽ പൂർണ്ണമായിട്ടുള്ള ദേശീയ ഐക്യം നിലനിർത്തുകയും വിജയാഘോഷങ്ങൾ ശക്തിയോടെ തുടരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിലവിലെ ചർച്ചകൾ ദേശീയ ചർച്ചകളും ഒരുതരം യുദ്ധക്കളത്തിന്റെ തുടർച്ചയുമാണ്. വിപ്ലവ നേതാക്കളുടെയും വ്യവസ്ഥയുടെ ഉയർന്ന തലങ്ങളുടെയും മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയയെ എല്ലാ ജനങ്ങളും ഉന്നതരും രാഷ്ട്രീയ ഗ്രൂപ്പുകളും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തായാലും ഇപ്പോൾ അമേരിക്ക മുട്ടുമടക്കി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി യുദ്ധകളത്തിൽ ശത്രുവിന്റെ കീഴടങ്ങൽ ചർച്ചകളിൽ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് മാറിയാൽ ഈ മഹത്തായിട്ടുള്ള ചരിത്ര വിജയം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ യുദ്ധം ഫെബ്രുവരി 28 തുടങ്ങിയ ഈ എപ്പിക് ഫ്യൂറി എന്ന സംയുക്ത ആക്രമണം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ തന്നെ ഇറാന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്.